ഇത് തിരുവനന്തപുരം പൗണ്ടുകടവ് സ്വദേശി ലീല. 54-കാരിയായ ഇവർ ഹൃദ്രോഗിയാണ്. പുറംപോക്കിലെ ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി വീട്. 3 മക്കളിൽ 2 പേർ ഭിന്നശേഷിക്കാർ. ഭർത്താവ് രോഗബാധിതൻ. കുടുംബം പട്ടിണിയാകാതിരിക്കാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഭിക്ഷയെടുക്കാൻ വരെ പോകേണ്ടി വന്ന കഥ പറയാനുണ്ട് ഇവർക്ക്. ഒരു സഹായം ആരെയിൽ നിന്നും ഞങ്ങൾക്കില്ല. വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ ജീവിക്കുന്നു. 2,500 രൂപ വേണം ഒരു മാസത്തെ ഗുളികയ്ക്ക്. ഈ മാസം പോകാനുള്ള, കഴിഞ്ഞ മാസം ചെക്കപ്പിന് പോകാനുള്ള വണ്ടിക്ക് പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാതിരിക്കുകയാണ്. ദുരിതം നിറഞ്ഞ ഈ ഭൂതകാലത്ത് നിന്ന് ഈ കുടുംബത്തിന് ഒരു ചെറു കൈത്താങ്ങെങ്കിലുമായത് മാസം തോറും കിട്ടിയിരുന്ന സർക്കാരിന്റെ ക്ഷേമ പെൻഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 മാസമായി സർക്കാർ ഇവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട്. കടയിൽ നിന്ന് കടം വാങ്ങിക്കുന്ന പെൻഷൻ കിട്ടുമ്പോൾ കൊടുത്തോളൂ. അവരെ വായിരിക്കണൊക്കെ വഴക്കുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടതയെല്ലാം ഉണ്ട്. മൂത്ത മകളുടെ 5 വയസ്സായ കുഞ്ഞിന് കൃത്യമായി ആഹാരം പോലും നൽകാൻ ഇന്ന് ഇവർക്കാകുന്നില്ല. ഗർഭിണിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് പോയതാണ്. കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞ് ഞങ്ങളവർക്ക് പാല് പോലും വാങ്ങിച്ചു കൊടുക്കൂല. ഞങ്ങളാണ് കടവും കാവലും വാങ്ങി ഞങ്ങളെ ജീവിതം ഇങ്ങനെ പോണു. സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, സഹായിക്കാനും ആരുമില്ല. അമ്മയുടെ ആൾക്കാരും ഇല്ല, അച്ഛൻ്റെ ആൾക്കാരും ഇല്ല. രോഗിയായ ഭർത്താവിന്റെ തുച്ഛമായ വരുമാനത്തിൽ മാത്രം ഭിന്നശേഷിക്കാരായ 2 മക്കളുമായി എങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലീല. ഇത് ഈ കുടുംബത്തിന്റെ മാത്രം കാര്യമല്ല. ഇവരെ പോലെ നിരവധി കുടുംബങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത്. നവകേരളം സൃഷ്ടിക്കുന്ന തിരക്കിനിടയിൽപ്പെട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ കാണാതെ പോകരുത്. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.